ചൈനയിൽ വെച്ച് ജൂൺ 1 മുതൽ 10 വരെ നടന്ന ISF വേൾഡ് സ്കൂൾ വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത മലയാളികളായ ഇൻ്റർനാഷണൽ താരങ്ങൾക്ക് കൊച്ചി എയർപോർട്ടിൽ സ്വീകരണം നൽകി. ഈ വോളിബോൾ മത്സരം നിയന്ത്രിച്ച സെന്റ് സെബാസ്റ്റ്യൻസ് ഹയർ സെക്കൻഡറി സ്കൂൾ കായികാധ്യാപകൻ ഇൻ്റർനാഷണൽ റഫറി ശ്രീ ജിബിൻ ജോർജ്, മത്സരത്തിൽ പങ്കെടുത്ത 5ാം സ്ഥാനം കരസ്ഥമാക്കിയ ആദികൃഷ്ണ NJ, പെൺകുട്ടികളുടെ വിഭാഗത്തിൽ പങ്കെടുത്ത ആദിത്യ എന്നിവർക്ക് മുത്തൂറ്റ് അക്കാദമി ഭാരവാഹികളും എറണാകുളം ജില്ലാ വോളിബോൾ അസോസിയേഷൻ ചേർന്ന് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ സ്വീകരണം നൽകി. മുത്തൂറ്റ് അക്കാദമി ടെക്നിക്കൽ ഡയറക്ടർ ശ്രീ ബിജോയ് ബാബു, സംസ്ഥാന വോളിബോൾ അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറി ശ്രീ ബെന്നി TR, ജില്ലാ വോളിബോൾ അസോസിയേഷൻ ട്രഷറർ ശ്രീ അജിത് കുമാർ, റഫറീസ് ബോർഡ് കൺവീനർ ശ്രീ ജയദീപ് CS, പറവൂർ കായികാധ്യാപകൻ പ്രതിനിധി ശ്രീ ദിനിൽ കുമാർ, സെന്റ് സെബാസ്റ്റ്യൻ ഹയർ സെക്കൻഡറി സ്കൂൾ PTA പ്രസിഡന്റ് ശ്രീമതി നവിത മേരി, വൈസ് പ്രസിഡന്റ് ശ്രീ വിനോദ് ജോസഫ്, മുത്തൂറ്റ് വോളിബോൾ അക്കാദമി കോച്ചുമാരായ ശ്രീ രാജൻ, ശ്രീ ശരത് കുമാർ, ശ്രീമതി നവ്യ, മറ്റ് അക്കാദമി കായികാരങ്ങൾ എന്നിവർ ചേർന്നാണ് സ്വീകരണം നൽകിയത്. ഈ ചടങ്ങിൽ പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ PR സൈജൻ, ചേന്ദമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ PA ഹരിദാസ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി ബ്ലസ്സി സെബാസ്റ്റ്യൻ, വടക്കേക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ KS അനീഷ്, ബ്ലോക്ക് മെമ്പർ ജോർജ് വർഗീസ്, പഞ്ചായത്ത് മെമ്പർമാരായ ഷിപ്പി സെബാസ്റ്റ്യൻ, ഷാലി ആൻ്റണി, ആൽഡ്രിൻ K ജോബി, SAC ക്ലബ്ബ് സെക്രട്ടറി ശ്രീ ആൻ്റണി നെച്ചിപ്പറമ്പിൽ, വിദ്യാഭ്യാസ വകുപ്പ് സൂപ്രണ്ട് ശ്രീ ജോബി തോമസ്, ഇന്റർനാഷണൽ വോളിബോൾ താരം ശ്രീ PC ഗോപിനാഥ് എന്നിവർ പങ്കെടുത്തു. രാജ്യത്തിന് വേണ്ടി കളിക്കാൻ സാധിച്ച, അതോടൊപ്പം തന്നെ 5ാം സ്ഥാനത്ത് എത്തുകയും ചെയ്ത ആദികൃഷ്ണ നമ്മുടെ പറവൂരിലെ വാവക്കാട് സ്വദേശിയാണ്. അതോടൊപ്പം തന്നെ പാലക്കാട് നിന്നും നമ്മുടെ രാജ്യത്തിന് വേണ്ടി കളിച്ച ആദിത്യ, ഇവരെല്ലാം നമുക്ക് വളരെ അഭിമാനകരമായിട്ടുള്ള നിമിഷങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടാണ് ഇന്ന് ഇപ്പോൾ നെടുമ്പാശ്ശേരി എത്തിച്ചേർന്നിരിക്കുന്നത്. ഇവർക്ക് മൂവർക്കും പറവൂരിലെ ജനാവലിയുടെയും പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയുടെയും എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും പിന്തുണകളും അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. 1-ാം തീയതി മുതൽ 10-ാം തീയതി വരെ നടന്ന വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ അതിനെ നിയന്ത്രിക്കാൻ പറവൂരിലുള്ള ചേന്ദമംഗലം പഞ്ചായത്തിലെ ഗോതിരത്ത് പ്രദേശത്തുള്ള ശ്രീ ജിബിൻ, ഗോതിരത്ത് സ്കൂളിലെ മാഷാണ്. അദ്ദേഹത്തിന് അത് നിയന്ത്രിക്കാൻ കഴിഞ്ഞത് കേരളത്തിലെ ജനങ്ങൾക്കോടൊപ്പം ചേന്ദമംഗലം പഞ്ചായത്തിൽ ഗോതിരത്ത് പ്രദേശത്തെ ആളുകളും വളരെയധികം സന്തോഷത്തിലാണ്. നമ്മൾക്കറിയാം, കഴിഞ്ഞ ദിവസം നടന്ന മത്സരങ്ങളിൽ അതിനെ നിയന്ത്രിക്കുവാൻ ചൈനയും ഫ്രാൻസും തമ്മിലുള്ള മത്സരത്തിൽ അതിൻ്റെ സെക്കൻഡ് റഫറിയായി അത് പ്രവർത്തിക്കുവാൻ കഴിഞ്ഞത് വളരെയധികം സന്തോഷിക്കുകയാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ ആ മത്സരത്തിൽ പങ്കെടുത്ത നമ്മുടെ വടക്കേക്കരയിലുള്ള ആ കുട്ടിക്കും അവർക്ക് രണ്ടുപേർക്കും എല്ലാവിധ അനുമോദനങ്ങളും രേഖപ്പെടുത്തുകയാണ്. ഇതൊരു വലിയ ഒരു ചരിത്ര സംഭവമായി മാറിയിരിക്കുകയാണ്. ഗോതിരത്ത് പ്രദേശത്തുള്ള എല്ലാവർക്കും, ചേന്ദമംഗലം പഞ്ചായത്തിൽ താമസിക്കുന്നവർക്കും വളരെ അഭിമാനത്തോടുകൂടി ഇത് ആഘോഷിക്കേണ്ട ഒരു സമയം കൂടിയാണ്. അദ്ദേഹത്തിന് എല്ലാവിധ പഞ്ചായത്തിന്റെ പേരിൽ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് സന്തോഷമുള്ള ദിവസം കൂടിയാണ്. അതിലുപരി ഇന്ത്യ ആകെ അഭിമാനിക്കാൻ കഴിയുന്ന ഒരു സന്ദർഭം കൂടിയാണ്. കാരണം അതിൽ ഏറ്റവും അഹങ്കാരത്തോടുകൂടി നമുക്ക് നിൽക്കാൻ കഴിയുന്നത് നമ്മുടെ പറവൂരിലെ ആ മത്സരത്തെ നിയന്ത്രിച്ച ജിബിൻ സാറുടെ ചൈനയിൽ നടന്ന മത്സരത്തെ സംബന്ധിച്ച് ജിബിൻ സാറിന് ഒരു 5 വർഷം മുതലുള്ള അടുപ്പം. ജിബിൻ സാറ് ആ മത്സരത്തെ നിയന്ത്രിക്കുന്ന സമയത്ത് റീലിൽ കാണാൻ ഇടവന്നു ആ മത്സരത്തിന്റെ. അപ്പോൾ നമുക്ക് ഏറ്റവും അഭിമാനമാണ്. കാരണം മലയാളിയുടെ സാന്നിധ്യം വോളിബോൾ രംഗത്ത് അതിനെ വിസിൽപ്പെടുകയാണ്. അതിനേക്കാൾ ഏറ്റവും അഭിമാനത്തോടുകൂടി വടക്കേക്കരയെ സംബന്ധിച്ച് വടക്കേക്കരയുടെ മണ്ണിന്റെ പാരമ്പര്യത്തെ നിലനിർത്താൻ വേണ്ടി ഇതിൽ മുമ്പ് 5 ഇന്റർനാഷണൽ താരങ്ങളെ നാടിന് വേണ്ടി സമർപ്പിച്ച നാട് കൂടിയാണ് വടക്കേക്കര. ആ ഇന്റർനാഷണൽ താരങ്ങൾക്ക് കിട്ടാത്ത ഒരു വലിയ സ്വീകരണമാണ് വേണമെങ്കിൽ ഇന്ന് ആദ്യക്ക് കിട്ടിയിരിക്കുന്നത്. ഇന്ത്യ 5ാം സ്ഥാനത്ത് എത്തിയെങ്കിലും നമ്മുടെ നാട് ജീമോന്റെ മകൻ കൂടിയായ ആദി തീർച്ചയായും മലയാളിക്കായ അഭിമാനം, ഇന്ത്യക്കായ അഭിമാനമായി ഇന്നിവിടെ എത്തിയിരിക്കുകയാണ്. വടക്കേക്കരയെ സംബന്ധിച്ച് വോളിബോൾ ഗ്രാമം എന്ന അത് വീണ്ടും ഉറപ്പിക്കാൻ കഴിയുന്ന വടക്കേക്കര ഗ്രാമപഞ്ചായത്തിന് ഏറ്റവും അഭിമാനത്തിന്റെ നിമിഷം കൂടിയാണ് ഇന്നത്തെ ദിവസം. അതോടൊപ്പം തന്നെയാണ് പാലക്കാട് നിന്നുള്ള നമ്മുടെ മകള് തീർച്ചയായും
ഇന്ത്യക്ക് വേണ്ടി കളിച്ച ആദി സ്വയമായിട്ട് മലയാളിയുടെ സാന്നിധ്യമായി നമുക്കിവിടെ നമ്മളോടൊപ്പം തന്നെ അവരുടെ നാടും അവിടെ വലിയ സ്വീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ടാകും. തീർച്ചയായും നമ്മുടെ നാട്ടിൽ നിന്നുള്ള സ്വീകരണം ഏറ്റുവാൻ ആ കുട്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. തീർച്ചയായും പുതിയ തലമുറയ്ക്ക് ഇതൊരു വലിയൊരു അനുഭവമായിരിക്കും. നമ്മുടെ മറ്റു മക്കൾ ഇവിടെ കളിക്കുന്ന എല്ലാ മക്കളും ഇവിടെ എത്തിയിട്ടുണ്ട്. അവർക്ക് നാളെ ഇതുപോലെ ഇന്ത്യ നേടണം എന്ന ചിന്തയും ഉണർത്താൻ വേണ്ടി ആ കോച്ചുമാർ നടത്തിയ ഇടപെടലും എടുത്തു പറയേണ്ടതാണ്. തീർച്ചയായും നാടിനാകെ അഭിമാനിക്കുന്ന നാളുകളിലും അവരെ ഇതുപോലുള്ള എല്ലാ ഗ്രാമപഞ്ചായത്തുകളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഇവരെ ആദരിക്കപ്പെടുമ്പോഴാണ് മറ്റു കുട്ടികൾക്കും അത് നാളെ എനിക്കും നേടണം എന്ന ചിന്ത ഉയർത്താൻ കഴിയും. തീർച്ചയായും ഈ അനുമോദന ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് ഏറ്റവും ഇവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും വേണ്ടി അവരൊരിക്കൽ കൂടി വീണ്ടും അഭിനന്ദിച്ചുകൊണ്ട് നാളുകളിൽ ഇതിലും വലിയ പടികൾ കയറാൻ അവർക്ക് കഴിയട്ടെ എന്ന് കൂടി അഭിനന്ദിക്കുന്നു. ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ ടീമിനെ പ്രതിനിധീകരിച്ച് കേരളത്തിൻ്റെ ആദി കൃഷ്ണ, അതുപോലെ തന്നെ ആ മത്സരം നിയന്ത്രിക്കാനായിട്ട് ഇന്ത്യയിൽ നിന്ന് നിയമനായ എൻ്റെ പ്രിയ സുഹൃത്ത് ജിബിൻ, അതുപോലെ തന്നെ പാലക്കാട് ജില്ലയിലെ വടക്കഞ്ചേരി സ്വദേശിനിയായ ആദിത്യ എന്നിവർ പ്രമുഖമായ പ്രകടനത്തിന് ശേഷം കേരളത്തിലേക്ക് തിരിച്ചു വന്നിരുന്നു. അവർക്ക് വളരെ പ്രൗഢഗംഭീരമായ ഒരു സ്വീകരണമാണ് കേരളത്തിൻ്റെ വോളിബോൾ പ്രേമികൾ, രാഷ്ട്രീയ നേതാക്കൾ, അതുപോലെ തന്നെ ജില്ലാ വോളിബോൾ അസോസിയേഷൻ ഭാരവാഹികൾ, മുൻകാല കായിക താരങ്ങൾ, മുത്തൂറ്റ് വോളിബോൾ അക്കാദമി എല്ലാവരും ചേർന്ന് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നൽകി. ഇതുപോലൊരു സ്വീകരണ ചടങ്ങിൽ ഭാഗമാകാൻ കഴിഞ്ഞത് വളരെ അഭിമാനിക്കുന്നു. കാരണം ഈ ആദി കൃഷ്ണ എന്ന് പറയുന്ന ആ കളിക്കാരൻ കേരള വോളിബോളിന് സംഭാവന ചെയ്തതിന് പിന്നിൽ ആദി കൃഷ്ണയുടെ കുടുംബത്തിൻ്റെ വളരെ വലിയൊരു പിന്തുണയും. ആദി കൃഷ്ണയുടെ അച്ഛനൊരു വോളിബോൾ കളിക്കാരനായിരുന്നു. ആ കുടുംബം അവരുടെ സ്വന്തം സ്ഥലം, ഏകദേശം 20 സെൻറ്റോളം സ്ഥലം ഒരു വോളിബോൾ സ്റ്റേഡിയം നിർമ്മിക്കാൻ വേണ്ടി സൗജന്യമായിട്ട് നൽകിയിരിക്കുകയാണ്. കേരളത്തിൽ തന്നെ ചരിത്രമായ ഒരു സംഭവമായി ഇത് മാറിയിരിക്കുകയാണ്. ഇത് വളരെ വലിയ പ്രചോദനമാണ് ഗെയിം വോളിബോൾ നൽകിയിരിക്കുന്നത്. ഇതിൽ നിന്നെല്ലാം പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഇന്നിവിടെ മുത്തൂറ്റ് വോളിബോൾ അക്കാദമിയുടെ ഏകദേശം 50ഓളം കുട്ടികൾ വന്നിട്ടുണ്ട്. ആ കുട്ടികളുടെ കൊണ്ടുവന്നത് തന്നെ കാണാനാണ്, അവരെ കാണിക്കണം. ഒരു ഇന്ത്യ കളിച്ചു വരുന്ന ഒരു കായിക താരത്തെ എത്രമാത്രം സന്തോഷത്തോടെയും അഭിമാനത്തോടെയും ഒരു നാട് സ്വീകരിക്കുന്നത് എന്ന് കാണിക്കാൻ വേണ്ടി അവിടെ കൊണ്ടുവന്നത്. ഇന്ന് ഈ ചടങ്ങിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും വോളിബോൾ കളിക്കാരൻ അല്ലെങ്കിൽ പരിശീലകൻ എന്ന നിലയിലുള്ള നന്ദി കടപ്പാട് ഞാൻ ഈ അവസരത്തിൽ ഏർപ്പെടുത്തുകയാണ്. നന്ദി, നമസ്കാരം.